എവ്രിവൺ. ഇന്നത്തെ വിശേഷത്തിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ് കാണിക്കാൻ പോകുന്നത്. എല്ലാ വീഡിയോസിലും സ്പെഷ്യൽ ആണല്ലോ അല്ലേ. ഇത് അനദർ ഇൻസ്റ്റഗ്രാം ഫേമസ് സ്പോട്ടായ വെനൽ പോയിന്റ് ആണ്. വെനൽ വ്യൂ പോയിന്റ് എന്നൊക്കെ പറയാം. അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്ത് ഇവിടെ വരുന്നത് തന്നെ എല്ലാവരും ഫോട്ടോസ് എടുക്കാനാണ്. ഫോട്ടോസ് എടുത്ത് തളർന്നവർക്ക് താഴെ തന്നെ ദ ഫേമസ് മേരീസ് മിൽക്ക് ബാർ ഐസ്ക്രീം കിട്ടും. ഇവിടെ ഇൻസ്റ്റഗ്രാമിൽ കുറേ കണ്ടിട്ടാണ് ഞാൻ ഇവിടെയും ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് വരണമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ആ നിൽക്കുന്ന മൊത്തം ആൾക്കാർ ക്യൂവിനായി ഈ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നതാണ്. ഒരു കുഞ്ഞു കടയാണ്. ബട്ട് അവർ പറയുന്നത് എവ്രി ഡേ മോർണിംഗ് അവർ ഫ്രഷ് ആയിട്ട് ഐസ്ക്രീം മേക്ക് ചെയ്യും. അത് തന്നെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയും. ഞാനൊരു ഐസ്ക്രീം ലവർ ആയതുകൊണ്ട് പറയല്ല, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. പക്ഷേ ഇവരുടെ ആ ഒരു ഐസ്ക്രീമിനകത്ത് നല്ല ഒത്തൻറ്റിക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചത് മിൽക്ക് ഐസ്ക്രീമാണ് ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. നിങ്ങൾ സ്കോട്ട്ലൻഡ് എഡിൻബ്ര പോവുകയാണെങ്കിൽ വെനൽ പോയിന്റ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒരു സ്കൂപ്പ് ഐസ്ക്രീം എല്ലാവരും കഴിച്ചിരിക്കണം. ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ദാറ്റ്. പിന്നെ നമ്മൾ പോയത് ബ്യൂട്ടിഫുൾ സ്പോട്ടായിട്ടുള്ള ഡീൻ വില്ലേജിലാണ്. ഈ വില്ലേജിന് 800 years ഓൾഡ് പഴക്കമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, ഇത് ആക്ച്വലി ഒരു ബിസി മെൽ ടൗൺ ആയിരുന്നു. ഇതിപ്പോൾ പീസ്ഫുൾ സ്പോട്ട് ഇൻ എഡിൻബ്ര സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇവിടുത്തെ ഹൗസസ് കണ്ടാൽ തന്നെ അറിയാം, അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കൂടുതലും സ്റ്റോൺ കൊണ്ടാണ് ഇവിടുത്തെ ഹൗസസ് ഒക്കെ അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ പണ്ടത്തെ ആ ഒരു സ്ട്രക്ചറും രീതി അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ ഇന്ന് ബോറടിപ്പിക്കുന്നില്ല. അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ശുഭദിനം.